ഡിയാണ് വ്യക്തമാക്കേണ്ടത്. ഇ ഡി ഒരു നോട്ടീസ് കൊടുത്താലുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട്. അത് എവിടെ വെച്ചാണ് ഇത് നിന്നുപോയത്? ഏത് സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിന്നുപോയത്? ഏത് അന്തർധാരയുടെ അടിസ്ഥാനത്തിലാണ് നിന്നുപോയത്? എവിടെ വെച്ചാണ് ഈ അന്വേഷണം വേണ്ട എന്ന് തീരുമാനിച്ചത്? ഏത് സ്റ്റെപ്പിലാണ്? ഞാൻ അറിയാൻ കഴിഞ്ഞത് മുകളിൽ നിന്ന് ഇ ഡിക്ക് നിർദ്ദേശം വന്നു, ഇനി അതുമായി പ്രൊസീഡ് ചെയ്യണ്ട എന്നാണ് ഇൻഫോർമലായി ഞാൻ അറിഞ്ഞത്. ശരിയാണോയെന്ന് എനിക്കറിയില്ല. അത് ഇ ഡിയാണ് വ്യക്തമാക്കേണ്ടത്. ഏത് ഘട്ടത്തിലാണ് ഈ ഒരു നോട്ടീസ് കൊടുത്താലുള്ളൊരു പ്രൊസീജിയർ ഫോർമാലിറ്റീസ് ഉണ്ട്. അത് നിർവഹിക്കാതെ അവിടെ വെച്ച് നിർത്താൻ എവിടെ നിന്നാണ് സമ്മർദ്ദം ഉണ്ടായത്? ഇ ഡിയുടെ മേലുദ്യോഗസ്ഥന്മാരാണോ, രാഷ്ട്രീയ നേതൃത്വമാണോ, ആരിടപെട്ടിട്ടാണോ അത് ഇല്ലാതാക്കിയെന്നുള്ളൊരു ദുരൂഹതയുണ്ട് ഈ കേസിൽ. ഒരു ദുരൂഹത. ബാക്കിയുള്ളവർക്ക് നോട്ടീസ് അയക്കുന്ന പോലെ അല്ല. ആ ദുരൂഹത വ്യക്തമാക്കണം. മുഖ്യമന്ത്രി വ്യക്തമാക്കില്ല എന്ന് മനസ്സിലായി നമുക്ക്. അദ്ദേഹം ഇതൊഴിച്ച് ബാക്കി എല്ലാത്തിനും മറുപടി പറഞ്ഞു. ഇനി മറുപടി പറയേണ്ടത് ഇ ഡിയാണ്. വേറെ അദ്ദേഹത്തിൻ്റെ മകനെ പറ്റി ഞാൻ വല്ലതും മോശമായിട്ട് പറഞ്ഞു. ഞാൻ ഇപ്പോഴും പറഞ്ഞില്ല. കാരണം എനിക്കറിയില്ല. മകനെ പറ്റി മോശമായിട്ട് പറഞ്ഞില്ല, ആരെ പറ്റി അദ്ദേഹത്തെ പറ്റി മോശമായിട്ട് പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹം മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ. മുഖ്യമന്ത്രിയുടെ മകന് ക്ലിഫ് ഹൗസിൻ്റെ അഡ്രസ്സിൽ ഇ ഡിയിൽ നിന്നൊരു നോട്ടീസ് ഉണ്ടായി. പിന്നെ അതിൻ്റെ പ്രൊസീജിയർ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഇ ഡിയും സംശയദൃഷ്ടിയിലാണ്. ഇ ഡിയും സംശയദൃഷ്ടിയിലാണ്, അവരും സംശയദൃഷ്ടിയിലാണ്. എന്താണ് ഇവർ രണ്ടുപേരും കൂടി മൂടി വെച്ചാണ്? അതാണ് ചോദിച്ചത്. അതാണ് ചോദിച്ചത്. ഞങ്ങൾ പറഞ്ഞല്ലോ, ഇ ഡി വിവിധ സംസ്ഥാനങ്ങളിലെ BJP ഇതര പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വേട്ടയാടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഈ കേസിൽ ഇവിടെ മാത്രം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നോട്ടീസ് പോലും അയക്കാറില്ല.